ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം, വിച്ച് ഇസ് സിമെൻറ്റ്. ഇപ്പോൾ സിമെൻറ്റ് ഒരു കൺസ്ട്രക്ഷൻ മെറ്റീരിയലാണ്. നല്ല അഡ്ഹഷൻ ആൻഡ് കോഷൻ പ്രോപ്പർട്ടി ഉള്ള, ബൈൻഡിങ് എബിലിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് സിമെൻറ്റ്. ഇനി സിമെൻറ്റ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. മാനുഫാക്ചർ ചെയ്യുന്നത് കാൽക്കാരിയസ് ആൻഡ് അർജിലേഷ്യസ് മെറ്റീരിയലിൻ്റെ ഒരു കോമ്പിനേഷൻ വഴിയാണ്. കാൽക്കാരിയസ് മെറ്റീരിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് കാൽഷ്യം കാർബണേറ്റിൻ്റെ കണ്ടന്റ് കൂടുതലുള്ള മെറ്റീരിയൽസ് ആണ് ഈ കാൽക്കാരിയസ് മെറ്റീരിയൽസ്. ക്ലേ കണ്ടന്റ് കൂടുതലുള്ള മെറ്റീരിയൽസിനെയാണ് അർജിലേഷ്യസ് മെറ്റീരിയൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് മെറ്റീരിയൽസിൻ്റെ കോമ്പിനേഷൻ ഇതേ നമ്മൾ മിക്സ് ചെയ്ത് ഹൈ ടെമ്പറേച്ചറിൽ ചുട്ടെടുക്കുമ്പോഴാണ് നമുക്ക് സിമെൻറ്റ് കിട്ടുന്നത്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് സിമെൻറ്റ് ടൈപ്പ് ഇസ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ കൺസ്ട്രക്ഷന് സിമെൻറ്റിൻ്റെ ബാഗ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നോക്കിയാൽ മതി ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ യൂഷ്വലി ജനറലി നമ്മൾ കൺസ്ട്രക്ഷനായിട്ട് പല ടൈപ്പ് സിമെൻ്റ് ഉണ്ട്. നമ്മൾ കൂടുതലും അല്ലെങ്കിൽ വൈഡ് സ്പ്രെഡ് ആയിട്ട് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിമെൻറ്റാണ് ഈ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. അപ്പോൾ ഇനി നമുക്ക് സിമെൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലൈം, സിലിക്ക, അലൂമിന, അയൺ ഓക്സൈഡ്, മഗ്നീഷ്യം, ജിപ്സം, സൾഫർ. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കോമ്പണൻസ്. അപ്പോൾ ഇനി ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് എന്താണ്, അതിൻ്റെ കോമ്പോസിഷൻ പെർസെൻറ്റേജ് വൈസ് എത്ര വരുന്നു എന്നതും അറിഞ്ഞിരിക്കണം. ആദ്യത്തേത് ലൈം. 60 to 63% വരെയാണ് ലൈമിൻ്റെ കോമ്പോസിഷൻ വരുന്നത്. അതായത് സിമെൻറ്റിലെ തന്നെ ഏറ്റവും മേജർ ഇൻഗ്രീഡിയൻ്റ് ആണ് ലൈം. ഇറ്റ് ഇസ് എ മേജർ ഇൻഗ്രീഡിയൻറ്റ് ആൻഡ് പ്രൊവൈഡ്സ് ബൈൻഡിങ് പ്രോപ്പർട്ടി. സിമെൻറ്റിനെ നമ്മൾ വെള്ളമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് സ്റ്റിഫ് ആവാൻ തുടങ്ങുമല്ലോ, അതിൻ്റെ ആ ഒരു ബൈൻഡിങ് പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ലൈമാണ്. എന്നാൽ ലൈം എക്സസ് ആവുകയാണെങ്കിൽ സിമെൻറ്റിന് അൺസൗണ്ട്നെസ് ഉണ്ടാകുന്നു. അൺസൗണ്ട്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഉള്ള ഒരു വോളിയൂം ഇത് സെറ്റായി ഹാർഡനായി കഴിയുമ്പം എക്സ്പാൻഡ് അല്ലെങ്കിൽ ഷ്രിങ്ക് ആവും. ഈ വോളിയൂം ചേഞ്ച് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ അൺസൗണ്ട്നെസ്, ഒരുപാട് വോളിയൂം ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിനെ അൺസൗണ്ട് ആയിട്ടുള്ള സിമെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ അൺസൗണ്ട്നെസ് ഉണ്ടാകുന്നത് ഈ ലൈം പോലുള്ള ഇൻഗ്രീഡിയൻസ് കാരണമാണ്. അടുത്തത് സിലിക്ക. 22% നമ്മൾ സിലിക്ക സിമെൻറ്റിൽ ആഡ് ചെയ്യുന്നത്. സിലിക്കയുടെ ഫ്യൂസിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1730 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് സിലിക്ക മെൽറ്റ് ആവണമെങ്കിൽ 1730 ഡിഗ്രി സെൽഷ്യസ് വരെ ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്യണം. സിലിക്കയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിമെൻറ്റിന് അതിൻ്റെ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. എന്നാൽ സിലിക്കയുടെ കണ്ടൻറ്റ് എക്സസ് ആവുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു സ്ലോ സെറ്റിംഗ് ഓഫ് സിമെൻറ്റ്. സ്ലോ സെറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സിമെൻറ്റിനെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് സ്റ്റിഫ് ആകാൻ തുടങ്ങത്തില്ലേ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ സെറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിലിക്ക എക്സസ് ആവുകയാണെങ്കിൽ ഈ സെറ്റിങ്ങിൻ്റെ ടൈം ഒരുപാട് കൂടിപ്പോകും. അടുത്തത് അലൂമിന. 6% ആണ് അലൂമിന സിമെൻറ്റിൽ ആഡ് ചെയ്യുന്നത്. ഇറ്റ് ആക്ട്സ് ആസ് എ ഫ്ലക്സ്, ഹെൽപ്സ് ദ സിലിക്ക ടു ബേൺ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സിലിക്കയുടെ ബേണിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1730 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ സിമെൻറ്റ് നമ്മൾ ചുട്ടെടുക്കുന്ന ടെമ്പറേച്ചർ ഇതിനും താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സിലിക്ക പ്രോപ്പറായിട്ട് മെൽറ്റായി ഫ്യൂസ് ആകാൻ വേണ്ടിയിട്ട് ഈ സിലിക്കയുടെ ബേണിംഗ് ടെമ്പറേച്ചറിനെ കുറച്ച് താഴ്ത്തി കൊണ്ടുവരിക എന്നതാണ് അലൂമിനയുടെ മെയിൻ ഫംഗ്ഷൻ. അതുകൊണ്ട് അതിനെ ഒരു ഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി. ഇപ്പോൾ ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നത് മാത്രമല്ല സിമെൻറ്റിന് അതിൻ്റെ ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യാനും അലൂമിന ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്വിക്ക് സെറ്റിംഗ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് സ്റ്റിഫായി മാറാൻ വേണ്ടിയിട്ട് സിമെൻറ്റ് മിക്സ് സ്റ്റിഫാകുക എന്ന ആ ഒരു പ്രോപ്പർട്ടിയും അലൂമിന പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സസ് ആവുകയാണെങ്കിൽ അത് സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ റെഡ്യൂസ് ചെയ്യും. അടുത്തത് അയൺ ഓക്സൈഡ്. 3% അയൺ ഓക്സൈഡ് നമ്മൾ സിമെൻറ്റിൽ ആഡ് ചെയ്യുന്നത്. ഇനി അയൺ ഓക്സൈഡിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് സിമെൻറ്റിന് അതിൻ്റെ ഒരു ഗ്രേയിഷ് കളർ പ്രൊവൈഡ് ചെയ്യുക, ഹാർഡ്നെസ്സും കുറച്ച് സ്ട്രെങ്ത്തും പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് അയണിൻ്റെ മെയിൻ ഫങ്ഷൻ. കൂടാതെ
ഈ അലൂമിനയുടെ ഫ്ലക്സ് ആയിട്ടുള്ള ബിഹേവിയറിനെ അസിസ്റ്റ് ചെയ്യുക എന്നതും അയൺ ചെയ്യുന്നുണ്ട്. ഇനി എക്സസ് അയൺ ആഡ് ചെയ്യുവാണെങ്കിൽ സിമെൻറ്റ് സെറ്റായി കഴിയുമ്പോൾ അതിൽ ക്രാക്സ് വീഴാനുള്ള ചാൻസസ് ഡെവലപ്പ് ചെയ്യും. അടുത്തത് മെഗ്നീഷ്യ. മെഗ്നീഷ്യ നമ്മൾ 2% അടുത്താണ് ആഡ് ചെയ്യുന്നത്. പ്രൊവൈഡ്സ് കളർ, സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് മെഗ്നീഷ്യം. ഇപ്പോൾ നേരത്തെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻസ് പറയാൻ തന്നെ മെഗ്നീഷ്യം എന്ന് പറഞ്ഞു. മെഗ്നീഷ്യത്തിൻ്റെ ഒരു ഇനോർഗാനിക് കോമ്പൗണ്ടാണ് ഈ മെഗ്നീഷ്യം. ഈ മഗ്നീഷ്യം നമ്മൾ സിമെൻറ്റിൽ ആഡ് ചെയ്യുന്നത് അറൗണ്ട് 2% ആണ്. ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് സിമെൻറ്റിന് അതിൻ്റെ കളർ പ്രൊവൈഡ് ചെയ്യുക, സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുക, ഡ്യൂറബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. എന്നാൽ എക്സസ് ആവുകയാണെങ്കിൽ ലൈമിൻ്റെ കൂട്ട് തന്നെ മെഗ്നീഷ്യം സിമെൻറ്റിന് ഒരുപാട് വോളിയം ചേഞ്ചസ് വരാൻ കാരണമാകും, അൺസൗണ്ട്നെസ് ക്രിയേറ്റ് ചെയ്യും. അടുത്തത് ജിപ്സം. സിമെൻറ്റിൻ്റെ ഇൻഗ്രീഡിയൻസിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു കോമ്പണൻ്റ് ആണ് ജിപ്സം. ജിപ്സമാണ് സിമെൻറ്റിന് അതിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിനെ ഡിലേ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് സിമെൻറ്റ് നമ്മൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇത് സ്റ്റിഫായി പോകാതെ ആ സ്റ്റിഫാകാൻ അല്ലെങ്കിൽ ഇനീഷ്യൽ സെറ്റിങ് നടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈം ഗ്യാപ്പ് അതിനെ കൂട്ടിക്കൊണ്ടുവന്നത് ഈ ജിപ്സമാണ്. ജിപ്സം കെമിക്കലി നമ്മൾ പറയുവാണെങ്കിൽ ഇറ്റ് ഇസ് ഹൈഡ്രേറ്റഡ് കാൽഷ്യം സൾഫേറ്റ്. ജിപ്സം ആഡ് ചെയ്യുന്ന പെർസെൻറ്റേജ് റേഞ്ചും ഇമ്പോർട്ടൻ്റ് ആണ്, അറൗണ്ട് 3 to 4%. ഇറ്റ് പ്രൊലോങ്സ് ദ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം. അവസാനത്തേതാണ് ആൽക്കലീസ്. ആൽക്കലീസ് എന്ന് പറയുന്ന കോമ്പണൻസ് നമ്മൾ തീരെ ചെറിയ അമൗണ്ടിലാണ് ആഡ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി ലെസ് ദാൻ 0.5%. ഇനി ആൽക്കലീസ് എക്സസ് ആവുകയാണെങ്കിൽ സിമെൻറ്റിൽ എഫ്ലോറസൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എഫ്ലോറസൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് സിമെൻറ്റ് നമ്മൾ മിക്സ് ചെയ്ത് അത് ഡ്രൈ ആയി കഴിയുമ്പോൾ, സെറ്റായി കഴിയുമ്പോഴേക്കും അതിൻ്റെ സർഫസിൽ വൈറ്റ് കളറിലെ അല്ലെങ്കിൽ ഗ്രേ കളറിലെ പൗഡർ ഡെപ്പോസിറ്റ് വരുന്നതിനെയാണ് നമ്മൾ എഫ്ലോറസൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ എഫ്ലോറസൻസിൻ്റെ കാരണം ഈ ആൽക്കലീസാണ്, സിമെൻറ്റിനുള്ളിലെ ആൽക്കലീസിൻ്റെ പ്രസൻസ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലൈം, സിലിക്ക, അലൂമിന, അയൺ ഓക്സൈഡ്, മെഗ്നീഷ്യ, ജിപ്സം ആൻഡ് ആൽക്കലീസ്. ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് റേഞ്ച് എത്ര വരും, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, സിമെൻറ്റിന് ഏത് പ്രോപ്പർട്ടിയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനിയും നമുക്ക് പഠിക്കാനുള്ളത് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യാൻ 2 ടൈപ്പ് മെത്തേഡ്സ് ആണ് ഉള്ളത്. ഡ്രൈ മെത്തേഡ്, ഡ്രൈ പ്രോസസ്സ് ആൻഡ് വെറ്റ് പ്രോസസ്സ്. ഇപ്പോൾ ഈ ഡ്രൈ പ്രോസസ്സിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നില്ല, വാട്ടർ ആഡ് ചെയ്യാതെയാണ് നമ്മൾ സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ എന്താ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സിമെൻറ്റിൻ്റെ നേരത്തെ പഠിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് ക്രഷ് ചെയ്യും, പൗഡർ ഫോമിലേക്ക് മാറ്റും. ഇങ്ങനെ മാറ്റിയതിന് ശേഷം ഇതിനെ ഒരു റോട്ടറി കിൽനിലിട്ട് ബേൺ ചെയ്യും. ഇപ്പോൾ സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യാൻ അല്ലെങ്കിൽ ചുട്ടെടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ സ്ട്രക്ചറിനെയാണ് റോട്ടറി കിൽൻ എന്ന് വിളിക്കുന്നത്. ഏകദേശം ഇതുപോലാണ് ഒരു റോട്ടറി കിൽൻ ഇരിക്കുന്നത്. ഇതിൽ ഈ ടണൽ പോലുള്ള സ്ട്രക്ചറിനകത്താണ് നമ്മൾ സിമെൻറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇട്ട് നമ്മൾ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഈ റോട്ടറി കിൽനിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1400 to 1500 degrees Celsius ആണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് 1400 to 1500 degrees Celsius. അപ്പോൾ ഇങ്ങനെ കിൽനിലിട്ട് നമ്മൾ ചുട്ടെടുത്ത് കഴിയുമ്പോൾ ഈ പൗഡർ ആയിട്ടുള്ള കോമ്പണൻസ് എല്ലാം കൂടെ പെബിൾ ലൈക്ക് സ്ട്രക്ചറിലേക്ക് മാറും. ചെറിയ ഉണ്ട പോലെ പെബിൾസ് ആയിട്ട് മാറുന്നു. ഇതിനെയാണ് ക്ലിങ്കർ എന്ന് വിളിക്കുന്നത്. ഈ ക്ലിങ്കേഴ്സിൻ്റെ സൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ മാക്സിമം ഒരു 20 mm വരെയൊക്കെ വരത്തുള്ളൂ. ഈ ക്ലിങ്കേഴ്സ് പിന്നീട് നമ്മൾ തണുപ്പിച്ചിട്ട് അതിനെ പൊടിച്ചെടുക്കും, ഗ്രൈൻഡ് ചെയ്യും. ഈ ഗ്രൈൻഡിങ് സ്റ്റേജിലാണ് നമ്മൾ ജിപ്സം ആഡ് ചെയ്യുന്നത്. അല്ലാതെ ആദ്യം നമ്മൾ ഇൻഗ്രീഡിയൻസ് ക്രഷ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ജിപ്സം ആഡ് ചെയ്യത്തില്ല. ജിപ്സം എന്ന ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് നമ്മൾ ഏറ്റവും അവസാനം ആഡ് ചെയ്യുന്നത്. അപ്പോൾ ജിപ്സം നമ്മൾ 3 to 4% ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിതിനെ സീവ് ചെയ്യും, അരിച്ചെടുക്കും. സീവ് ചെയ്യുന്നത് ആ ഒരു യൂണിഫോം പാർട്ടിക്കിൾ സൈസ് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സീവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സീവിൻ്റെ സൈസ് എന്ന് പറയുന്നത് 90 micron ആണ്. അപ്പോൾ അത്രയും ചെറിയ പാർട്ടിക്കിൾസ് സൈസാണ് സിമെൻറ്റിന് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ സീവ് ചെയ്തതിന് ശേഷമാണ് നമ്മളതിനെ സിമെൻറ്റ് ബാഗ്സിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഓർഡിനറി സിമെൻറ്റിൻ്റെ, സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് നമ്മൾ പറയുന്നു, ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡ്രൈ പ്രോസസ്സ് വഴി നടക്കുന്നത്. ഇനി അടുത്തത് വെറ്റ് പ്രോസസ്സ് വഴിയാണ് നടക്കുന്നതെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ജിപ്സം ഒഴിച്ച് ഉള്ള ബാക്കി ഇൻഗ്രീഡിയൻസിനെല്ലാം നമ്മൾ ക്രഷ് ചെയ്ത് നമ്മൾ അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യും. വാട്ടർ ആഡ് ചെയ്ത് അതിനെ സ്ലറി ഫോമിലേക്ക് മാറ്റും. അപ്പോൾ ഇങ്ങനെ സ്ലറി ഫോമിലാക്കിയതിന് ശേഷമാണ് അതിനെ റോട്ടറി കിൽനിലിട്ട് ചുട്ടെടുക്കുന്നത്. ബാക്കി പ്രോസസ്സ് എല്ലാം സെയിം ആണ്. ചുട്ടെടുത്തതിന് ശേഷം ക്ലിങ്കർ ഫോം ചെയ്യുന്നു. അതിനെ പിന്നീട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ജിപ്സവും കൂടെ ആഡ് ചെയ്തിട്ട് സീവ് ചെയ്ത്
അതിനെ പിന്നീട് പാക്കറ്റ്സിലേക്ക് ബാഗിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഇതാണ് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഈ 2 ടൈപ്പ് പ്രോസസ്സ്, വെറ്റ് പ്രോസസ്സ്, ഡ്രൈ പ്രോസസ്സ്, അതേപോലെ കില്ലിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചറും അറിഞ്ഞിരിക്കണം, 1400 to 1500 ഡിഗ്രി സെൽഷ്യസ്. ഇനി നമ്മൾ 2 പ്രോസസ്സ് തമ്മിൽ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ക്വാളിറ്റി സിമെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ വെറ്റ് പ്രോസസ്സാണ്. കാരണം ഇനീഷ്യലി തന്നെ നമ്മൾ ഇതിനൊരു സ്ലറി ഫോമിലേക്ക് മാറ്റുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുറച്ചുകൂടെ റിച്ച് ആയിട്ടുള്ള മിക്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇറ്റ് ഒബ്റ്റെയിൻസ് അല്ലെങ്കിൽ വെറ്റ് പ്രോസസ് പ്രൊവൈഡ് സുപ്പീരിയർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആൻഡ് ടൈം ആൻഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി മോർ ഇൻ ഡ്രൈ പ്രോസസ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും ടൈമും കൂടുതലും വരുന്നത് ഡ്രൈ പ്രോസസ്സിലാണ്. ഇനി നമുക്ക് സിമെൻറ്റിൻ്റെ സെറ്റിംഗ് ആക്ഷനെ കുറിച്ചുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു സിമെൻറ്റ് നമ്മൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം കഴിയുമ്പോഴേക്കും ഇത് സ്റ്റിഫാകാൻ തുടങ്ങും. അങ്ങനെ സ്റ്റിഫാകാൻ തുടങ്ങുന്ന ടൈമിനെയാണ് നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇനീഷ്യൽ സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് ഇസ് ദ ടൈം അറ്റ് വിച്ച് ദ കോൺക്രീറ്റ് മിക്സ്ചർ സ്റ്റാർട്ട്സ് ലൂസിങ് ഇറ്റ്സ് പ്ലാസ്റ്റിസിറ്റി. അപ്പോൾ സിമെൻറ്റ് മിക്സ് ചെയ്ത് ഇപ്പോൾ കോൺക്രീറ്റ് ആണെങ്കിൽ തന്നെ നമ്മളതിനെ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഷേപ്പ് ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം ഇനീഷ്യലി ഇത് സ്റ്റിഫാകാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് തുടങ്ങുന്ന ആ ഒരു ടൈമിനെയാണ് നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് വെള്ളം ആഡ് ചെയ്ത ടൈം തൊട്ട്, വെള്ളം ആഡ് ചെയ്ത ഇൻസ്റ്റൻറ്റ് തൊട്ട് ഇതിൻ്റെ പ്ലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് തുടങ്ങുന്ന ടൈം വരെയുള്ള ടൈം ഗ്യാപ്പ്, അതാണ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം. This means that the liquid mixture will start to solidify, making it harder to handle. ഇനി ഇനീഷ്യൽ സെറ്റിംഗ് ടൈം സിമെൻറ്റിൻ്റെ എത്ര ആണ് വേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 minutes. 30 minutes എന്ന് പഠിച്ചു വെക്കല്ലേ, നോട്ട് ലെസ് ദാൻ 30 minutes എന്ന് തന്നെ പഠിക്കണം. അതായത് നമുക്ക് മിക്സ് ചെയ്ത് വർക്കേഴ്സിന് അതിനെ പ്ലേസ് ചെയ്യാനോ കോമ്പാക്റ്റ് ചെയ്യാനോ ഒക്കെ മിനിമം ഒരു 30 minutes എങ്കിലും വേണം. അപ്പോൾ അതുകൊണ്ടാണ് ദ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 minutes എന്ന് പറയുന്നത്. അടുത്തത് ഫൈനൽ സെറ്റിംഗ് ടൈം. ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഈ മിക്സ് നമ്മൾ മിക്സ് ചെയ്ത കോൺക്രീറ്റ് മിക്സ് മൊത്തം സ്റ്റിഫായി കഴിഞ്ഞു, ഹാർഡനായി കഴിഞ്ഞു, അതിനെ ഇനി ഷേപ്പ് ഒട്ടും തന്നെ മാറ്റാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് അത് സ്റ്റിഫായി മാറി. ആ ടൈമിനെയാണ് നമ്മൾ ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് വിളിക്കുന്നത്. ഫൈനൽ സെറ്റിംഗ് ടൈം ഇസ് ദ ടൈം അറ്റ് വിച്ച് ദ കോൺക്രീറ്റ് മിക്സ്ചർ ടേൺസ് സോളിഡ്. അറ്റ് ദിസ് പോയിന്റ് ദ കോൺക്രീറ്റ് മിക്സ്ചർ ഇസ് ഏബിൾ ടു ഹോൾഡ് എ ഷേപ്പ്. ഇനി ഫൈനൽ സെറ്റിംഗ് ടൈം എത്ര ആണ് സിമെൻറ്റിൻ്റെ എന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 10 hours. 10 hours എക്സീഡ് ചെയ്യും. ഇനി ഈ ഒരു ടോപ്പിക്കിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഹൈഡ്രേഷൻ ഓഫ് സിമെൻറ്റ്. അപ്പോൾ ഹൈഡ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ വെള്ളം സിമെൻറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇത് തമ്മിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. ഇതിനെയാണ് നമ്മൾ ഹൈഡ്രേഷൻ ഓഫ് സിമെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സിമെൻറ്റിൻ്റെ പല ടൈപ്സാണ്. അപ്പോൾ ടൈപ്സ് ഓഫ് സിമെൻറ്റ് പഠിക്കാൻ നേരം ഓരോന്നിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെ വരുന്നു എന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തേതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്ന ഒരു സിമെൻറ്റാണ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഇസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സിമെൻറ്റ് ഇൻ ജനറൽ യൂസ് അറൗണ്ട് ദ വേൾഡ്. ഇനി ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് തന്നെ 3 ഗ്രേഡ് ഉണ്ട് ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് സ്ട്രെങ്ത്. ഇപ്പോൾ സിമെൻറ്റിന് അതിന് ക്യാരി ചെയ്യാവുന്ന ഒരു മാക്സിമം സ്ട്രെങ്ത് ഉണ്ട്. അതിൻ്റെ ബേസിസിൽ അതിനെ 3 ഗ്രേഡായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 33 ഗ്രേഡ്, 43 ഗ്രേഡ് ആൻഡ് 53 ഗ്രേഡ്. ഈ 33, 43, 53 എന്ന് ഉദ്ദേശിക്കുന്നത് അതിന് ക്യാരി ചെയ്യാവുന്ന കംപ്രസീവ് സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഈ 33 ഗ്രേഡ് സിമെൻറ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ്, അതെവിടെയൊക്കെ യൂസ് ചെയ്യാം, അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽസ് തരുന്ന IS കോഡാണ് IS 269. 43 ഗ്രേഡിൻ്റെ സ്പെസിഫിക്കേഷൻസ് തരുന്ന IS കോഡാണ് IS 8112. അതേപോലെ 53 ഗ്രേഡിൻ്റെ സ്പെസിഫിക്കേഷൻസ് തരുന്ന IS കോഡാണ് IS 12269. അപ്പോൾ ഈ സ്പെസിഫിക് ഗ്രേഡ് തന്നിട്ട് അതിൻ്റെ IS കോഡ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ IS കോഡുകളൂടെ പഠിച്ചു വെക്കണം. അപ്പോൾ ഇനി നേരത്തെ പറഞ്ഞ കൂട്ട് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും 30 minutes. അത് നേരത്തെ പറഞ്ഞ കൂട്ട് 10 hours എന്ന് പഠിച്ചു വെക്കല്, നോട്ട് ലെസ് ദാൻ 30 minutes ആൻഡ് നോട്ട് മോർ ദാൻ 10 hours എന്ന് തന്നെ പഠിച്ച് വെക്കണം. ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും
അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.